ഫസ്റ്റ് കൃഷിപ്പണിയായാലോ കിച്ചണിൽ ഇതേ രണ്ടുള്ളി ഇങ്ങനെ മുളച്ചിരിക്കുന്നു. ഈ സ്പ്രിംഗ് ഓണിയൻ ഇട്ടിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് മുട്ട പൊരിക്കുന്നതാണ് ഓർമ്മ വന്നത്. എന്തൊരു സ്വാദാണല്ലോ അതിന്. അപ്പം വിചാരിച്ചു ഈ ഉള്ളിയൊക്കെ ഒന്ന് നട്ട് സ്പ്രിംഗ് ഒനിയൻ ഒന്ന് സെറ്റ് ആക്കാൻ നോക്കാമെന്ന്. ഈ കാണുന്നത് ഞാൻ മുമ്പ് പാകിയ മുളകിന്റെ തൈകളൊക്കെ ഒന്ന് മുളച്ചു വന്നതാണ് കേട്ടോ. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷാണ്. നമ്മൾ നട്ടതില് ഇല വരാ, അതിൽ കായ് വരാ, ഇതൊക്കെ സന്തോഷമുള്ള കാര്യല്ലേ. അപ്പൊ വെക്കേഷൻ ടൈമാണ്. അപ്പൊ കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ ഇതുപോലെ കൃഷിപ്പണികളൊക്കെ ചെയ്യാട്ടോ. ഉള്ളിയിൽ നടാനായിട്ട് ഒരു ചട്ടിയിലെ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കട്ടകളൊക്കെ ഉടച്ച് സെറ്റാക്കി എടുക്കുകയാണെ. ഇപ്പൊ ഈ മണ്ണ് ഡയറക്റ്റ് ആയിട്ട് കൈകൊണ്ട് തൊടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പഴയ ഫോർക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് ഡ്രൈ ആയ മണ്ണ് കൈകൊണ്ട് തൊടാൻ വലിയ കുഴപ്പമില്ല. വെള്ളം നനഞ്ഞ അത്ര വലിയ ഇഷ്ടമില്ല. എന്നിട്ട് നമ്മുടെ ഉള്ളി മുളച്ചത് മുകളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം. 2 days കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ അപ്ഡേഷൻ എങ്ങനെയാണെന്നൊക്കെ നോക്കാം. വീണ്ടും നമ്മൾ ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ പറയാം. പിന്നെ സബ്സ്ക്രൈബേഴ്സ് കണക്കാവാത്തതിൽ നല്ല സങ്കടം ഉണ്ട് കേട്ടോ. അപ്പൊ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബൈ.